ഗൈസ് ഇന്ന് മിൽട്രി ചേച്ചിയുടെ ബർത്ത്ഡേ ആണ്. ശരിക്കും ഇന്നല്ല ബർത്ത്ഡേ, ആക്ച്വലി 19-ാം തീയതിയാണ്. ചേച്ചി പക്ഷേ ആ സമയത്തിൽ ലീവാണ്. അപ്പോൾ ഈ മാസം ഞങ്ങൾ 3 പേർക്കാണ് കേട്ടോ ബർത്ത്ഡേ സർപ്രൈസ് കൊടുത്തത്. അതിലാദ്യം നമ്മൾ കൊടുത്തത് മിൽട്രി ചേച്ചിക്കാണ് കേട്ടോ. അതിൻ്റെ ഒരു തയ്യാറെടുപ്പാണ് ഞങ്ങളിപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ചേച്ചി അടുത്ത് ഒരു പ്രശ്നമുണ്ടെന്ന് പറഞ്ഞ് വിളിച്ചുകൊണ്ട് വന്നതാണ് കേട്ടോ. ചേച്ചി ഒട്ടും എക്സ്പെക്റ്റ് ചെയ്തിട്ടില്ല. ചേച്ചി ഭയങ്കര സർപ്രൈസ്ഡായി. ഇത് ചേച്ചി ഒട്ടും പ്രതീക്ഷിക്കാത്തതുകൊണ്ട് തന്നെ ചേച്ചിക്ക് ഭയങ്കര സർപ്രൈസ്ഡായിട്ടോ. അത് തന്നെയല്ല നമുക്ക് വേണ്ടത്. അങ്ങനെ ഞങ്ങൾ എല്ലാവരും കൂടി ചേച്ചിയുടെ ബർത്ത്ഡേ ആഘോഷിച്ചു. ചേച്ചിക്ക് ഞങ്ങൾക്ക് എല്ലാവർക്കും ഒരുപോലെ സന്തോഷമായിട്ട്. പിന്നെ ചേച്ചി അവിടെ കേക്ക് കട്ടിയലായി. പിന്നെ ഞങ്ങൾക്ക് ഓരോരുത്തർക്കും വായിൽ വെച്ച് തരലായി. അങ്ങനെ ചേച്ചിയുടെ ബർത്ത്ഡേ ആ ഒരു സമയത്ത് ആഘോഷിച്ചു. പിന്നെ അതിന് അടുത്ത ആളുടെ ബർത്ത്ഡേ വന്നു കേട്ടോ. ഈ ഒരു വ്യക്തി നമ്മളോട് ബർത്ത്ഡേ ആണെന്നൊന്നും പറഞ്ഞില്ലായിരുന്നു കേട്ടോ. ഭയങ്കര സർപ്രൈസ്ഡായി പോയി. നമ്മൾ കേക്ക് മുറിച്ചപ്പോൾ ആളുടെ ഫ്രണ്ട് കൊടുത്തൊരു ഗിഫ്റ്റാണ്. പക്ഷേ നമ്മളെല്ലാവരും കൂടി ചേർന്നാണ് കേട്ടോ കേക്ക് മുറിച്ചത്. ആൾക്ക് ഒട്ടും പ്രതീക്ഷ ഉണ്ടായില്ല. ഭയങ്കര ആ മുഖത്ത് ശരിക്കും സർപ്രൈസ്ഡാണ് ആ കാണിക്കുന്നത്. കാരണം ഒറ്റൊരു മനുഷ്യരോട് പോലും ബർത്ത്ഡേ എന്ന് പറഞ്ഞില്ല. കാരണം ആൾ തന്നെ അത്ഭുതപ്പെട്ടു പോയി. കാരണം ഞങ്ങൾ മുകളിൽ ചായ കുടിക്കാൻ പോയപ്പോൾ പറഞ്ഞു ഒരു പ്രശ്നമുണ്ട്, പെട്ടെന്ന് വാ എന്നും പറഞ്ഞു ഞാൻ തന്നെ ഞങ്ങളിരിക്കുന്ന ക്യാബിലേക്ക് വിളിച്ചുകൊണ്ട് വന്നതാണ് കേട്ടോ. ഒട്ടും പ്രതീക്ഷിച്ചില്ല. കാരണം വിചാരിക്കുന്നില്ലല്ലോ ബർത്ത്ഡേയുടെ കാര്യം നമ്മളോട് ആരോട് പറഞ്ഞില്ല. പിന്നെ ഇങ്ങനെ ഒരു കേക്ക് ഉണ്ടെന്ന് തന്നെ വിചാരിച്ചില്ല കേട്ടോ. അങ്ങനെ ഞങ്ങൾ എല്ലാവരും കൂടി ചേർന്ന് അടുത്തൊരു 2ാമത്തെ ആളുടെ ബർത്ത്ഡേ ആണ് കേട്ടോ കേക്ക് മുറിക്കുന്നത്. അങ്ങനെ ഞങ്ങൾ കേക്കൊക്കെ മുറിച്ചു. ഇതാണ് കേട്ടോ റഹ്മത്ത, എല്ലാവരും ബർത്ത്ഡേക്ക് കേക്കിൻ്റെ കത്തി കൊണ്ട് കൊടുക്കുന്ന വ്യക്തിയാട്ടോ. അങ്ങനെ കേക്ക് ഞങ്ങൾക്ക് ഓരോരുത്തരുടെ വായിലും വെച്ച് കൊടുക്കലായിട്ടോ. കാരണം ആളൊട്ടും പ്രതീക്ഷ ഉണ്ടായില്ല. ഭയങ്കര സന്തോഷമായി. കരച്ചിലാണോ സങ്കടമാണോ സന്തോഷമാണോ എന്നൊന്നും പ്രകടിപ്പിച്ചില്ല. ഭയങ്കര സർപ്രൈസ്ഡായി. നമുക്ക് പിന്നെ അതാണല്ലോ വേണ്ടത്. അങ്ങനെ ഞങ്ങളെല്ലാവരും അമ്മയുടെ ബർത്ത്ഡേ ആഘോഷിച്ചു. അടുത്തതായിട്ട് നമുക്ക് വേറൊരാളുടെ ബർത്ത്ഡേ ഉണ്ട്. അതിന് മുമ്പ് സാറ് വന്നു കേട്ടോ. SK സാറാണിത്. ഞങ്ങളിരിക്കുന്ന ക്യാബിലേക്ക് വന്നു കേട്ടോ. ശരിക്കും സാറ് വന്നപ്പോൾ നമുക്ക് ഭയങ്കര എന്താ പറയുക, ഇടയ്ക്ക് ഇതുപോലെ സാറ് വരും നമ്മളുടെ അടുത്ത് MMCയുടെ കാര്യങ്ങളും പിന്നെ അല്ലാണ്ട് കാര്യങ്ങളൊക്കെ പറയാൻ വേണ്ടിയിട്ട്. അപ്പോൾ സുരേഷ് ചേട്ടൻ എന്ന് പറഞ്ഞാൽ ചേട്ടൻ്റെ ബർത്ത്ഡേക്ക് ഞങ്ങൾ ഓൾറെഡി സാറിൻ്റെ അടുത്ത് പറഞ്ഞിരുന്നു. കേക്ക് വാങ്ങിക്കൊണ്ടിരുന്ന സാറ് കണ്ടു. പിന്നെ സാറ് സുരേഷ് ചേട്ടനൊരു വിഷ് കൊടുത്തു. പിന്നെ അവർ വേറെ എന്തൊക്കെയോ സംസാരിക്കലായി. പിന്നെ അത് കഴിഞ്ഞ് സുരേഷ് ചേട്ടൻ വന്നു. ഇതാണ് കേട്ടോ സുരേഷ് ചേട്ടൻ. തമ്മിലിൻ്റെ പ്രോഗ്രാം കോർഡിനേറ്ററാണ്. ചേട്ടനും നമ്മളോട് ബർത്ത്ഡേ എന്നൊന്നും പറഞ്ഞില്ല. ഫേസ്ബുക്ക് വഴിയാണ് നമ്മൾ അറിഞ്ഞത്. ചേട്ടനും ഭയങ്കര സർപ്രൈസ്ഡ് ആയിരുന്നു. അങ്ങനെ കേക്ക് മുറിച്ചു. പിന്നെ നമ്മളെല്ലാവരും കേക്ക് മുറിക്കണ തയ്യാറെടുപ്പിലാണ്ടോ. ചേട്ടനും ഭയങ്കര സന്തോഷമായി. കാരണം ചേട്ടന് ഞങ്ങളോട് ബർത്ത്ഡേ എന്നുള്ള കാര്യം പറഞ്ഞില്ല കേട്ടോ. ഞങ്ങൾക്ക് ഈയിടെയായിട്ട് ബർത്ത്ഡേ സെലിബ്രേഷൻ ഭയങ്കരമായിട്ട് ആഘോഷിക്കുന്ന ടീംസാണ് കേട്ടോ. അങ്ങനെ ചേട്ടൻ കേക്ക് മുറിച്ചു. നല്ല കേക്കായിരുന്നു കേട്ടോ, ചോക്ലേറ്റ്. ഇതാണ് മിൽട്രി ചേച്ചിയും ശ്രീലക്ഷ്മിയുടെയും പ്ലാനിങ് ആയിരുന്നു. പിന്നെ ഫോട്ടോ പിന്നെ സുരേഷ് ചേട്ടൻ്റെ ബർത്ത്ഡേ നമ്മൾ അടിപൊളിയായിട്ട് ആഘോഷിച്ചു. 2 വാക്ക് സുരേഷ് ചേട്ടനെ പറ്റി പറഞ്ഞ് നിർത്തുകയാണ്. ഈ മാസം ബർത്ത്ഡേ